ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദന കൈ പിടിച്ച് വലിച്ച് പുറത്തേക്ക് വിക്രം കൊണ്ടുവരികയാണ്. അതിനുശേഷം പുറത്തേക്ക് ഒരൊറ്റ തള്ളണത്. അതിനുശേഷം പതുക്കനെ പോയിട്ട് ആ വാതിലൊക്കെ അടയ്ക്കുകയാണ്. വാതിലടച്ചതിന് ശേഷം വേദനയിലേക്ക് വീണ്ടും വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിനക്ക് വേറെ എവിടെ വേണമെങ്കിലും നിൽക്കാം, കെടുക്കാം, ഇരിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഈ റൂമിൻ്റെ ഉള്ളിൽ അത് ആവശ്യമില്ല എന്ന് പറയാണ് കേട്ടോ. നീ എന്തായാലും എൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി പോകരുതെന്ന് വിക്രം പറയാണ്. വേദമൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം വിനായകനാണെന്നുണ്ടെങ്കിൽ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിനി വന്നിട്ട് ചോദിക്കുകയാണ്, അതെ വർഷയുടെ ഭർത്താവ് നിങ്ങളോട് എന്താ പറഞ്ഞത്? അത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, എന്നാൽ നിങ്ങളുടെ മുഖത്ത് അത്ര തെളിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വിനായകൻ പറയുന്നുണ്ട്, നിനക്ക് തോന്നണതാണ്, നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടേ ഞങ്ങളൊന്ന് മാറി നിന്നതാണ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി. എന്ന് പറയും. എന്നിട്ട് വളയിങ്ങനെ നോക്കിയിട്ട് പറയും, എന്തായാലും കൊള്ളാം. അപ്പോൾ വിനായകനാണ് വളയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ, അതെ ഈ വള ഇപ്പോൾ തൽക്കാലം ഊരാൻ നോക്കണ്ട. അപ്പോൾ പറയും, ഈ വള പണയം വയ്ക്കാം, ഈ വീട്ടിലുള്ളവർ ചോദിച്ചാൽ എന്ത് പറയും നമ്മൾ വാങ്ങിച്ചാണെന്ന് പറഞ്ഞു, പക്ഷേ ഇത് പഴയ വളയല്ലേ എന്ന് നന്ദിനി ചോദിക്കുകയാണ്. നന്ദിനിയല്ല, വിനായകൻ പറയും, പഴയ വളയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ വിശ്വസിക്കില്ലല്ലോ, തൽക്കാലം ഇത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് ബാങ്കിൽ പണയം വയ്ക്കാം, അപ്പോൾ ഇത് ഒറിജിനലാണോ എന്ന് അറിയുകയും ചെയ്യാം, തൽക്കാലത്ത് എൻ്റെ ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യുന്നോട്ട് ആ വള ഊരി വിനായകൻ മേടിക്കുകയാണ്. ഇതേ സമയം നന്ദിനി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, എന്തായാലും വർഷ പറഞ്ഞ ഐഡിയകളൊക്കെ കൊള്ളാം, പക്ഷേ വേദന അത്ര പെട്ടെന്നൊന്നും ഞാൻ പറഞ്ഞയക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാണ്. എന്നിട്ട് അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് വർഷ വിളിക്കുമ്പോൾ, നശിച്ചതിൻ്റെ കാര്യം ആലോചിച്ചേ ഉള്ളൂ, അപ്പോഴേക്കും വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. മേഡം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. നന്ദിനി, എന്തായി കാര്യങ്ങൾ, താൻ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഓരോന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു പ്ലാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പ്ലാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതിങ്ങനെ കേൾക്കുന്നില്ല. ശരി മേഡം, ഞാനത് അതുപോലെ തന്നെ ചെയ്തോളാം എന്നൊക്കെ വർഷനോട് നന്ദിനി പറയുന്നുണ്ട്. അതിന് ശേഷം നന്ദിനി മനസ്സിലാക്കുന്നു, പിന്നെ ഇതൊന്നും ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നില്ല, എന്തായാലും വേദന ഞാൻ അടുത്തൊന്നും ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല, എനിക്ക് കുറച്ച് ഗുണം കൂടി ഉണ്ട് അവളിവിടെ നിൽക്കുമ്പോൾ എന്നൊക്കെ പറയുകയാണ്. പിന്നീട് വിക്രം ഭക്ഷണം കഴിക്കാനായിട്ട് വരികയാണ്. അമ്മയെ ഭക്ഷണം എടുത്ത് വയ്ക്ക്, എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറയും. ആ സമയത്ത് ടേബിളൊക്കെ വൃത്തിയാക്കുന്ന വേദന കണ്ടിട്ട് വിക്രം പറയുകയാണ്, അതെ എന്തായാലും നല്ല കാര്യമാണ് ഈ ചെയ്യുന്നത്, 3 നേരം ഭക്ഷണം കഴിക്കുന്നതല്ലേ, അപ്പോൾ ആ ഹാളിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ പറയും, ശരിയാണ്, മാഷ് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ ഞാൻ 3 നേരം കഴിക്കുന്നതെന്ന് പറയട്ടോ. അപ്പോൾ വേദ വിക്രത്തിനെ കളിയാക്കിയിട്ടുണ്ട് പണിക്ക് പോകാത്തതിന്. അതിനുശേഷം ഭക്ഷണം വിളമ്പുന്ന അമ്മയുടെ കയ്യിലേക്ക് കുറച്ച് പണം വെച്ച് കൊടുക്കുകയാണ്. അമ്മ ഇത് പിടിച്ചോ എന്ന് പറയുകയാണ്. എന്തായാലും ചിലവിനൊക്കെ ആൾ കൂടുതലല്ലേ എന്ന് പറഞ്ഞിട്ട് വേദന ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദനയ്ക്കും കൂടെയുള്ള ചിലവിനുള്ള പണമാണ് വിക്രം കൊടുക്കുന്നത്. അങ്ങനെ പൈസ മേടിച്ചതിന് ശേഷം നീ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ, ഞാൻ ശ്രീനിവാസൻ സാറിൻ്റെ കൂടെയായിരുന്നു എന്ന് പറയുമ്പോൾ, നീ എന്തിനാണ് അയാളുടെ കൂടെ പിന്നെയും പോകുന്നത്? അച്ഛൻ പറയുന്നത് പോലെ ഒന്നുമല്ല, ശ്രീനിവാസൻ സാർ നല്ലൊരു മനുഷ്യനാണ്, ഇപ്പോൾ തന്നെ നോക്കി എന്തോരം കാര്യങ്ങളാണ് ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നത്. ശാന്തിനഗർ നിവാസികൾക്ക് പട്ടയം വിതരണം ചെയ്യാൻ പോവാണ്, അത് തഹസിൽദാറുടെ കയ്യിൽ അവർക്ക് കൊടുക്കാനുള്ള ഫയൽ എൻ്റെ കയ്യിൽ ഇത് ശ്രീനിവാസ സാറെ ഏൽപ്പിച്ചപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായി എന്നറിയാം അമ്മ എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ വേദ. പെട്ടെന്ന് വേദ അങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ വിക്രം പറയുകയാണ്, വേദാളത്തിൽ നമ്മുടെ സംസാരം അത്രയ്ക്ക് ഇഷ്ടമായില്ല എന്നുകൊണ്ട് ബോറടിച്ചെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് മൂപ്പർ പോകുന്നതെന്ന് വിക്രം അമ്മയോട് തമാശ പോലെ പറയുന്നുണ്ട്. പക്ഷേ വേദ പോകുന്നത് നേരെ വിക്രത്തിൻ്റെ റൂമിലേക്കാണ്. അതിനുശേഷം വിക്രത്തിൻ്റെ റൂമിൽ പോകുന്നത് കാണുമ്പോൾ നമ്മുടെ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ പതുക്കനെ ഒളിഞ്ഞും ബാത്തും കൂടി വരുന്നുണ്ട്. ഇവളെന്തിനാണ് ഈ റൂമിലേക്ക് കയറിപ്പോയതെന്ന് ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഈ സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ വിക്രം പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ ഫയൽ എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്. പട്ടയ വിതരണത്തിനുള്ള കാര്യങ്ങൾ തന്നെയാണോ കൊടുത്തിരിക്കുന്നതെന്നൊക്കെ ആ ഫയലിൻ്റെ ഉള്ളിൽ നോക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നന്ദിനി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം വേദ പുറത്തേക്ക് പോകുമ്പോൾ ഫോൺ വെല്ലടിക്കുന്നുണ്ട്. ഫോൺ റിങ് ചെയ്യുകയാണ് നമ്മുടെ വിക്രത്തിൻ്റെ. വേഗം തന്നെ ആ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ വേദ ഹലോ എന്നൊന്നും പറയുന്നില്ല. അപ്പോഴേക്ക് രാജേട്ടൻ പറയും, വിക്രം നിൻ്റെ ഫോണിലേക്ക് ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, പോസ്റ്റർ അടിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ച് പറയിട്ടാന്ന് പറയും. അപ്പോൾ വേദ ആണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ വേഗം തന്നെ വിക്രത്തിൻ്റെ ഫോൺ പോയി എടുക്കുകയാണ്. ഫോൺ എടുത്തതിന് ശേഷം വേദ കുറച്ച് കാര്യങ്ങളൊക്കെ ആ പോസ്റ്ററിൽ ചെയ്യുകയാണ്. വിക്രത്തിൻ്റെ ഫോട്ടോയുടെ എടുത്ത് തന്നെ തൻ്റെ ഒരു ഫോട്ടോ കൂടി എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കയറ്റുകയാണ്. അതിനുശേഷം പോസ്റ്റർ അവർക്ക് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ആ പോസ്റ്ററിൽ നോക്കി പറയുന്നുണ്ട്, എപ്പോഴും ചോദിക്കുന്നില്ലേ നീ ആരാന്ന്, ഇനി അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് വേദ ആ പോസ്റ്റർ എഡിറ്റ് ചെയ്തത് അയച്ചു കൊടുക്കുകയാണ്. ആ പോസ്റ്ററിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, പ്രോഗ്രസീവ് പീപ്പിൾ പാർട്ടിയുടെ നവദമ്പതികൾക്ക് സ്വാഗതം എന്ന് പറയുന്നുണ്ട്. അതിന് ശേഷമാണ് വിക്രത്തിൻ്റെയും വേദനയും ആ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ഒരു പണി ഒപ്പിച്ചിട്ട് വേഗം തന്നെ ആ ഒരു ഫോട്ടോ തൻ്റെ ഫോണിലേക്കൊക്കെ അയക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കറക്ഷനൊക്കെ ചെയ്തതിന് ശേഷം ആ പോസ്റ്റ് ക്ലിയറാക്കി അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വിക്രം വരുന്നുണ്ട്. വിക്രം പെട്ടെന്ന് തന്നെ
എടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ വേദം ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഒരു വിളി കേൾക്കുമ്പോൾ. വേഗം തന്നെ ആ ഫോൺ വെക്കുകയാണ്. എടി നീ എന്തിനാണ് എൻ്റെ ഫോൺ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ഫോണുള്ളപ്പോൾ എന്തിനാണ് നിങ്ങളുടെ ഫോൺ എന്ന് ചോദിക്കുകയാണ്. അത് തന്നെയാണ് ഞാനും ചോദിച്ചത്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? എന്താ നിങ്ങളുടെ പ്രോബ്ലം? ഞാനിവിടെ നിൽക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, കെടുക്കാൻ പാടില്ല, എന്താണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വേദ താൻ അതിൻ്റെ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് വിക്രത്തിനോട് ചൂടാകുന്നത് പോലെ സംസാരിക്കുകയാണ് കേട്ടോ. വിക്രം വേദ ഇങ്ങനെ ചോദിച്ചു വരുന്നത് കേൾക്കുമ്പോൾ ബാക്കിലേക്ക് പോവുകയാണ്. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നത് എന്താ എനിക്കൊന്നും ചെയ്യാൻ പാടില്ല, എനിക്കിവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചു കണ്ടിട്ട് വിക്രം ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി വരുമ്പോൾ വിക്രം ഇങ്ങനെ പേടിച്ചതുപോലെ വീണ്ടും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എന്തായാലും കുഴപ്പമില്ല എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണേ. വിക്രം അങ്ങനെ പോയി കഴിയുമ്പോൾ വേദ പറയുന്നുണ്ട് ഓ ഭാഗ്യം രക്ഷപ്പെട്ടു എന്ന് പറയും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഈ ഒരു പോസ്റ്റർ രാജേട്ടനും വർക്ക്ഷോപ്പിലുള്ളവരൊക്കെ നോക്കിയിട്ട് ഇവൻ ഇത്ര പെട്ടെന്ന് മാറിയോ, എന്തായാലും ഇവൻ ഇങ്ങനെ ചെയ്യാൻ വഴിയില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ചെറിയ ഒരു മനുഷ്യൻ പറയുന്നുണ്ട് അതെ എന്തായാലും ആ വീട്ടുകാർക്കുള്ളൊരു തിരിച്ചടിയാണ്, അവനെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാനായിട്ട് അവർ നോക്കിയതല്ലേ, അതുകൊണ്ട് അവർക്കുള്ളൊരു തിരിച്ചടിയായിട്ടായിരിക്കും ഇവനിത് ചെയ്തതെന്ന് പറയണേ. എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവൻ തോന്നുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും അത് ചെയ്ത് അവനെ അയച്ചു തന്നതല്ലേ, ചിലപ്പോൾ അവൻ്റെ മനസ്സൊന്നും മാറിയിട്ടുണ്ടാവും. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു നീ എന്തായാലും ഒരു കാര്യം ചെയ്യും, വേഗം പോയിട്ട് ഫ്ലെക്സ് അടിക്കാൻ പറഞ്ഞിട്ട് അയാളെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ രാധ ഓട്ടോ ഓടിച്ച് വരുന്ന സമയത്താണ് ഈ ഒരു ഫ്ലെക്സ് ആൾക്കാരിങ്ങനെ അവിടെ ചുമരുമലൊട്ടിക്കുകയും മുകളിൽ തൂക്കിയിടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രാധയ്ക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരാണ്ട് ഇത് കാണുമ്പോൾ രാധ ഓട്ടോയിൽ ചാടി ഇറങ്ങുകയാണ്. എന്നിട്ട് ഇതിങ്ങനെ നോക്കിക്കുമ്പോൾ തൊട്ടടുത്തുള്ളൊരു ആൾ പറയുകയാണ് നല്ല ചേർച്ചയുണ്ടല്ലേ മോളെ എന്ന് പറയുകയാണ്. അപ്പോൾ രാധ പറയും ആഹാ നല്ല ചേർച്ചയുണ്ടെങ്കിലേ വീട്ടിൽ കൊണ്ടുപോയി ചില്ലിട്ട് വെക്കി എന്ന് പറയും. വേഗം തന്നെ ചെന്നിട്ട് ആ ചുമരും മതിലുമെന്ന് ഒരു പോസ്റ്റർ ഇങ്ങനെ കീറിയെടുക്കുകയാണ്. കീറിയെടുത്തതിന് ശേഷം വേഗം രാധ വണ്ടിയിൽ തന്നെ കയറി പോവുകയാണ്. ദേഷ്യത്തോടു കൂടിയിട്ടാണ് രാധ ഈ ഒരു പോസ്റ്ററൊക്കെ കീറിയെടുക്കുന്നത്. ഇതേ സമയം വർഷയും ശ്രീകാന്തും കൂടെ റൂട്ടിലൂടെ പോകുമ്പോഴാണ് ഈ ഒരു പോസ്റ്ററൊക്കെ കാണുന്നത്. വഴി നീളെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരണം. എന്താ കാര്യം ചോദിക്കണം. വർഷതയെ കണ്ടില്ലേ, അവർ നമ്മൾ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറയണം. അപ്പോൾ വർഷം ഇങ്ങനെ പറയുകയാണ് ശരിയാണ്, ഇതൊക്കെ അവളുടെ അഭിനയമായിരുന്നു, അപ്പോൾ ഈ ശരിക്കും ഇവർ തമ്മിൽ പ്രണയമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ എന്തീ പറയുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. എനിക്കും തോന്നുന്നുണ്ട് ഇതൊക്കെ അവരുടെ ഒരു അഭിനയമാണെന്നുണ്ടെങ്കിലോ എനിക്ക് നിങ്ങളുടെ പെങ്ങളെ അത്ര വിശ്വാസമില്ല. ദർശനെ ഇഷ്ടമില്ലാണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയൊരു അഭിനയം ആണെങ്കിലോ ഇതൊക്കെയെന്ന് ഇങ്ങനെ വർഷ പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്തിനാണെന്നുണ്ടെങ്കിൽ അതൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വർഷം ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും കുഴപ്പമില്ല, അവർ ചെയ്തത് ഈ ഒരു ചതി നമുക്ക് മറക്കാൻ പറ്റില്ല, എല്ലാവരും കൂട്ടത്തോടെ നാണം കിടുകയാണ് ഇപ്പോൾ എന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണേ. അപ്പോൾ വർഷമാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി ചെന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം, നീ എന്തിനത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആങ്ങളുണ്ടല്ലോ അവളെ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കില്ലേ, അവനും കൂടി ഇതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ദർശനം അയച്ചു കൊടുക്കുകയാണ് ഈ ഒരു ഫോട്ടോ. അയച്ചു കൊടുത്തിട്ട് ദർശനാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കുമ്പോൾ ദർശന് കണ്ണൊക്കെ നിറയാണ്. അപ്പോൾ ഹൽദിയിൽ അന്ന് ദർശൻ ഇങ്ങനെ ഒരു കാര്യം വർഷയോടല്ല നമ്മുടെ വേദയോട് ചോദിക്കുന്നുണ്ട്. അതങ്ങനെ ഓർമ്മയിൽ വരികയാണ് കേട്ടോ. ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അത് താൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. എന്താണെന്നുള്ള രീതിയിൽ വേദ നോക്കുമ്പോൾ ഐ ലവ് യു, ഈ ഒരു കാര്യം ഇതുവരെ താൻ എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാനാണെന്നുണ്ടെങ്കിൽ തന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. വേദയ്ക്ക് അപ്പോൾ ദർശനം ഇഷ്ടമില്ലാതായിരുന്നു എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് ഇങ്ങനെ നമ്മളെ ദർശൻ ഇങ്ങനെ ഓർത്തപ്പോൾ ദർശൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട് ദർശൻ. പിന്നീട് നമ്മുടെ വേദര അച്ഛനാണ് കാണിക്കുന്നത്. അച്ഛനാണെന്നുണ്ടെങ്കിൽ റോഡിൽ കൂടെ പോകുമ്പോൾ ഈ ഒരു പോസ്റ്റർ കാണാൻ കേട്ടോ. എല്ലായിടത്തും വഴി നീല പോസ്റ്റർ ഈ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതേ സമയം ദീപ്തി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റർ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മുത്തശ്ശിക്കും അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാവുകയാണ് ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ മനസ്സ് മറന്ന് അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കും എന്നുള്ള കാര്യം എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് എന്നാൽ ഇതുകൊണ്ട് നമുക്ക് എന്താ കാര്യം അമ്മേ എന്ന് പറയണേ, അവർ രണ്ടുപേരും നന്നായിട്ട് ജീവിക്കട്ടെ. അപ്പോൾ ദീപ്തി പറയാണ് ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല, ഇതൊക്കെ പാർട്ടിക്കാരെ ഒരു അടവാണ്, അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരിതൊക്കെ ചെയ്തിച്ചതാവും എന്ന് പറയാണ്. എന്നാൽ ഇത്ര സന്തോഷത്തോടു കൂടിയിട്ടല്ലേ നമ്മുടെ മോള് അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തതെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഇങ്ങനെ അച്ഛൻ്റെ കാറ് വരുമ്പോൾ അയ്യോ വേഗം തന്നെ ഇത് കൊണ്ടുവന്ന് നിൽക്കുമ്പോളെ അച്ഛനിത് കാണണ്ടെന്ന് പറയും. അപ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട് ഓൾറെഡി അച്ഛനിത് കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ. അങ്ങനെ അച്ഛനായൊരു പോസ്റ്റർ വാങ്ങിച്ച് നോക്കുകയാണ്. നാട് മുഴുവൻ ഇത് ഒട്ടിച്ചിട്ടുണ്ട്, ഇനി ഇത് വീട്ടിലേക്കും കൊണ്ടുവന്നോ എന്ന് ചോദിച്ചിട്ട് അത് ഫോട്ടോ നന്നായിട്ട് ഇങ്ങനെ കീറി കളയുകയാണ്. അപ്പോൾ ശങ്കര നീ എന്ത് കാണിക്കുന്നത് ശങ്കര എന്ന് പറയുകയാണ്. നാട്ടിൽ മുഴുവൻ നാണം കെട്ടി ഇനിയും നാണം കെട്ടണമെന്ന് ചോദിക്കുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ്.